ഒരു ചെറുപ്പക്കാരനെ വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനെ കണ്ട് വിരളി പിടിക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ. അവനാകട്ടെ തളർത്താനുള്ള ശ്രമങ്ങൾ തണലായി കണ്ട് രാജ്യമൊട്ടാകെ വളർന്നു പന്തലിക്കുന്ന തിരക്കിലും പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എയ്യുന്ന ആ പയ്യനെ ഇത്ര കണ്ട് ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്നല്ലേ? അറിയാം ധ്രുവ് റാട്ടിയെക്കുറിച്ച്. ഇത് ധ്രുവ് റാട്ടി, 29 വയസ്സ്, ഹരിയാന സ്വദേശി, ജോലി കണ്ടന്റ് ക്രിയേറ്റർ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വാരി വലിച്ച് ചെയ്യുന്നതല്ല ഈ ചെറുപ്പക്കാരന്റെ യൂട്യൂബ് ചാനൽ. ജനം അറിയേണ്ടതെന്തോ, നാടുറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ധ്രുവിന്റെ കണ്ടന്റുകൾ. ശക്തനായ രാഷ്ട്രീയ എതിരാളി, ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും, പെട്രോൾ വിലവർധന, GST, ആധാർ വിവരങ്ങളുടെ ചോർച്ച, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, കർഷക പ്രക്ഷോഭം, റഫാൽ, ജമ്മു കാശ്മീർ, ബുൾഡോസർ രാജ് എന്ന് തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ്. സത്യം തുറന്നു കാട്ടുകയാണ് ധ്രുവ്. ആത്മവിശ്വാസം ജലിക്കുന്ന കണ്ണുകളാണ് അയാളുടെ പ്രത്യേകത. കാഴ്ചക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന രീതി, വസ്തുനിഷ്ഠമായ ലളിതമായ അവതരണം. 2014 0 സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ കൃത്യം 10 വർഷം എത്തി നിൽക്കുമ്പോൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. സർക്കാരിനെതിരായ വിമർശനമാണ് കൂടുതൽ. ജനാധിപത്യത്തിൽ വേണ്ടതെല്ലാം അത് തന്നെയാണല്ലോ. കാരണം വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ഇന്റർനെറ്റ് പോലും റദ്ദാക്കുന്ന ഭരണ തലവന്മാരുള്ളപ്പോൾ ധ്രുവിനെ പോലെയുള്ളവർ ഇവിടെ തന്നെ വേണം. എന്നാൽ ഒരിക്കൽ ധ്രുവിനെയും ഫേസ്ബുക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 12 മണിക്കൂറുകൾക്കകം ആ നടപടി പിൻവലിച്ച് ഫേസ്ബുക്കിന് മാപ്പ് പറയേണ്ടി വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ധ്രുവിന്റെ സ്വാധീനം അത്രത്തോളമായിരുന്നു. വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ കേരള സ്റ്റോറിയെക്കുറിച്ച് ഒരു വീഡിയോയാണ് കേരളത്തിൽ ധ്രുവിൻ്റെതായി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. വീഡിയോ കണ്ടതോടെ ഈ ഹിന്ദിക്കാരൻ പയ്യൻ ആള് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് മലയാളികളും പിന്തുണ നൽകി. 20 മില്യണിലധികം പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്ന ദ ഡിക്റ്റേറ്റർ എന്ന വീഡിയോ കണ്ടവർ ധ്രുവിന്റെ കുറുക്കി കൊള്ളുന്ന വിമർശനത്തെ, സത്യം വിളിച്ചു പറയുന്ന തന്റെ ഇടത്തെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. 24 മില്യണിലധികം വ്യൂവേഴ്സ് ആണ് ഈ ഒരൊറ്റ വീഡിയോയ്ക്കുള്ളത്. ഇതിന്റെ രണ്ടാം ഭാഗത്തിനുമുണ്ട് 20 മില്യണിലധികം വ്യൂസ്. പ്രതിപക്ഷത്തോട് ഭരണകക്ഷി സ്വീകരിക്കുന്ന അടിച്ചമർത്തൽ നിലപാടിനെയും ജനാധിപത്യ ദംസനത്തെയും സർക്കാർ കൊള്ളയെയുമെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് ധ്രുവ്. മുഖ്യധാര മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്ന പല വിഷയങ്ങളും ധ്രുവ് റാട്ടി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. BBC സംപ്രേഷണം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴാണ് ധ്രുവ് ചർച്ചയാവുന്നത്. ഒട്ടുമിക്ക ഭീഷണികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ നിലനിൽക്കുകയാണ്.